another beautiful day with another beautiful vlog. So welcome back to my channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്തിനെക്കുറിച്ചുള്ളതാണെന്ന്. എന്തോ ഇതൊക്കെയാണ് സംഭവം. ഈ നമ്മുടെ കടച്ചക്ക, ഇതാണ് കടച്ചക്ക, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ഡിമാൻഡുള്ളൊരു ഫ്രൂട്ട് എന്ന് പറയാം. ഇത് ചക്കയുടെ വെറൈറ്റി തന്നെയാണ്. മൾബറീൻ്റെയും ചക്കയുടെയും ഫാമിലി എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ഈ ചക്ക യൂസ് ചെയ്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഫുഡ് ഐറ്റംസ് ഉണ്ട്. ചക്ക വറുത്തതുണ്ട്, തോരൻ വയ്ക്കാം, പായസം, ചക്ക പുഴുങ്ങിയത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ ചക്ക വറുക്കുന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണണം. പിന്നെ നമ്മുടെ കഴിഞ്ഞ വ്ളോഗിൽ ലക്ഷദ്വീപിലേക്ക് വരാനുള്ള ഫോർമാലിറ്റീസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. കാണാത്തവരത് മസ്റ്റായിട്ടും കാണണം. പിന്നെ ഇതുപോലത്തെ നല്ല വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി നമ്മുടെ വീഡിയോ ഷെയറും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ചക്ക പറിച്ചെടുക്കുന്നത് മുതൽ അവസാനം വരെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചക്ക പറിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇതിന് എക്സ്പേർട്ട് നമ്മുടെ ഉമ്മച്ചിയാണ്. അപ്പോൾ ചക്ക പറിക്കുന്നത് കാണാം. പിന്നെയും കൊണ്ടാവുന്നു. ഇതാണ് നമ്മുടെ ലാംഗ്വേജ്. എന്നെ ഈ ആ മൂത്തതാ. ഇപ്പുറത്ത് വിട്ടതോ? ആകോന്നു തൊട്ടപ്പുറത്ത് ആകെ ഈ അപ്പോൾ ഇന്നത്തെ ദിവസം ഇതിൻ്റെ പിറകെ ആയിരിക്കും. കുറേ പണിയുണ്ട്. ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മ എന്തായാലും ഇത് ചെയ്യട്ടെ. ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ ടെറസിൻ്റെ മേലെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതൊക്കെ എങ്ങനെയുണ്ട്. അപ്പോൾ തെങ്ങാണ്, ഇവിടുത്തെ തെങ്ങാണ് മെയിൻ. പിന്നെ ഭയങ്കര ഗ്രീനിഷാണ്, പറയാണ്ട് വയ്യ. അത്യാവശ്യം നല്ല ഗ്രീനിഷാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റും. പക്ഷേ അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂടിനൊരു കുറവുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ അയൽ, അവിടെയാണ് ഈ കാണുന്നത്. ഒരു കറ്റാർവാഴ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഭയങ്കര വൈബാണ് ഇവിടെ വന്നിരിക്കാൻ, ഈവനിങ്ങും പിന്നെ രാത്രിയൊക്കെ വന്നിരിക്കാൻ സൂപ്പറാണ്, അടിപൊളിയായിരിക്കും. നമ്മൾ കുറേ സമയം സംസാരിച്ചൊക്കെ ഇരിക്കും വീട്ടിൽ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പറിച്ചെടുത്ത ചക്ക. പിന്നെ
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റെപ്സ് വീണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ. നല്ല പശയുണ്ട് ഇതിൽ. അപ്പോൾ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ലതാണ്. അപ്പോൾ അടുത്തത് ഇതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇതിനെ ഇതേപോലെ പീസാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തണ്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ തണ്ട് കട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തണ്ട് കട്ട് ചെയ്തു. അതിന് ശേഷം ഇതേപോലെ പറഞ്ഞ പോലെ ചെറിയ പീസാക്കണം. അപ്പോൾ അത് ചെയ്യാം. ഇത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഉമ്മച്ചിയാണ്. പിന്നെ ഉമ്മക്ക് ഇങ്ങനെ അറിയാനാണ് കംഫോർട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചു. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കട്ട് ചെയ്ത പീസ്. അപ്പോൾ ഇതിന് ഇനി വെള്ളത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കണം നല്ലോണം. ചിലർ അതിന് കളർ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിനേക്കാളും നല്ലത് മഞ്ഞൾപ്പൊടിയാണ്. ഹെൽത്തിന് നല്ലത് മഞ്ഞളല്ലേ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ ഫൈനൽ ചക്ക വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.